അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമസ്കാരം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഈദ്ഗാഹ് എവിടെയാണെന്നുള്ളത്, ഈദ്ഗാഹാണോ പള്ളിക്കലാണോ എന്നുള്ളത് തീരുമാനിക്കണം. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഈദ്ഗാഹ് തന്നെ ആയിരിക്കും. പോയി നോക്കട്ടെ. നേരം വെളുക്കുന്നുള്ളൂ. ഇവിടെ സൊഫ് നമ്മുടെ ഈദ്ഗാഹ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സേഫ് എജു ക്യാമ്പസിൻ്റെ നമ്മുടെ ഇസ്ലാഹിൻ്റെ മുമ്പിൽ. മഴ പെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ കയറാം, അല്ലെങ്കിൽ നമ്മൾ പള്ളിക്ക് പോകും. ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ടോ. ഇനി പത്രം കൊണ്ടുവരിക, പത്രം വിരിച്ചോണ്ടിരിക്കുക. സ്പീക്കറും കാര്യങ്ങളും സെറ്റ് ചെയ്താൽ ഒക്കെ സെറ്റ്. അപ്പോൾ ഈദ്ഗാഹിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കറണ്ട് കൂടി വരാനുണ്ട്. എന്നാലും നമുക്ക് പോയിക്കൊണ്ട് റെഡി ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒന്ന് മാറ്റി റെഡി കുളിച്ചിട്ട് വരാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോൾ നമ്മുടെ വലിയ പെരുന്നാളാണ് ഇന്ന്. ഈദ്ഗാഹിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. നമ്മൾ വേഗം അങ്ങോട്ട് പോകട്ടോ. ഇതാണ് നമ്മൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. ലെറ്റ്സ് ഗോ. നമ്മൾ ഈദ്ഗാഹ് സേഫ് എജു ക്യാമ്പസിൽ ആളുകൾ ഈദ്ഗാഹിലേക്ക് വരുന്നത് കാണുന്നത് കൊണ്ടാണ് നമസ്കാരം ആരംഭിക്കാത്തത്. അപ്പൊ വരുന്ന ആളുകൾ പെട്ടെന്ന് കയറാം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅ ഫഅല്ലഫ ബൈന. ചില്ലറ കാശുകൾ ഒരുമിച്ച് കൂട്ടി അങ്ങനെ ഒരു ഹജ്ജ് നിർവഹിക്കാനുള്ള പണം കണ്ടെത്തി വാഹനം പുറത്തേറിയും നടന്നും പ്രയാസങ്ങൾ സഹിച്ചും മക്കയെ ലക്ഷ്യമാക്കി നീങ്ങിയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതൊരു ലക്ഷ്യമായി കാണണം. അള്ളാഹുവിന്റെ ആ അറഫയിൽ പോയി നിന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച് എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന ആ മൈതാനിയിൽ വെച്ച് അള്ളാഹുവിനോട് കരഞ്ഞു കലങ്ങി പ്രാർത്ഥിച്ച് മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ നാഥ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയും അതിനുള്ള നിയ്യത്തും അതിനുള്ള തേട്ടവും നമ്മുടെ മനസ്സിലുണ്ടാവണം. നമസ്കാരം കഴിഞ്ഞു ഗൈസ്. അസ്സലാമു ഇത് ബാറക് ഇത് ബാറക്. തുടങ്ങിയാണ് ശരിക്കും വരും. ഇത് പോകത്തിട്ട് 60 പോയാൽ മതി. ഇവിടെ ഇത് അതിന് പുറത്ത് സിപ്പപ്പ് വിതരണം നടക്കുന്നുണ്ട്. ഇത് വേറെ അപ്പുറത്ത് വൈകിട്ട് ഒരാൾ അപ്പുറത്ത് പോയിക്കടാ. കൊടുത്തോർക്ക് കൊടുക്കല്ലേ.
ഇതൊരു ബായ് പോയിക്കോളിട്ടോ. വീഡിയോ എടുക്കണം. ഇത് പറക്കും, ഇത് പറക്കും. പോയി സിപ്പപ്പ് വാങ്ങിക്കപ്പോ തീരുവ. ഇത് പറക്കും. ഷുഗർ കഴിച്ചാ ഇത് പറക്കും. യോ നീ വീഡിയോയിൽ കൊള്ളുമെന്ന് തോന്നണ. നല്ല കളക്ഷൻ തോന്നണല്ലേ. ഇതൊക്കെ റെഡിയാക്കി വെക്കാണ്ട് ഇത് കാരണം എല്ലാവരും പിരിഞ്ഞിട്ടോ. നമുക്ക് വേഗം പോയിക്കണ്ട് ഫുഡ് വെച്ചിട്ട് വരാനായിട്ട് വേണം. അറിവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ഷാജാക്കു കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച പോയില്ലേ? ഷാജാക്ക് പോയി, ആദ്യം വന്നു. കഴിഞ്ഞോ കേക്കോ? കഴിഞ്ഞോ 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 ഉണ്ടോ? എല്ലാം കഴിഞ്ഞു, നമുക്ക് കിട്ടില്ല. അപ്പം അതും കഴിഞ്ഞ് ഉണ്ടോ? വേണ്ട. ഇപ്പം എല്ലാവരും പിരിഞ്ഞു. നമ്മൾ നേരെ വീട്ടിൽ പോകട്ടോ. എന്നിട്ട് വേണം അറിവ് കാര്യങ്ങളൊക്കെ നോക്കാൻ. ഒക്കെ പോയിട്ട് വേണം. നമ്മളെ ചെരുപ്പിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. അടിപൊളി ചെരുപ്പെന്നൊക്കെ എല്ലാവരും പറയും. പുരസ്കാരം കഴിഞ്ഞു, നേരെ വീട്ടിലേക്ക് വന്നു. പക്ഷേ ഫസ്റ്റ് നമ്മളെ വീട്ടിലല്ല കേട്ടോ, നമ്മൾ നേരെ പറമ്പക്ക് പോവാണ്. മൂത്താപ്പാൻ്റെ കൂടെയാണ്. മൂത്താപ്പാൻ്റെ കൂടെയാണ് ഫുഡ് ഫസ്റ്റ് സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. അവിടെ ഫുഡ് കഴിച്ചിട്ട് നേരെ അറിവിന് പോകണം. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കാണ് നമ്മളെ വരെ ഫുഡ് റെഡി ആവുന്നത്. ഓക്കെ, കുറച്ച് ഫോട്ടോസ് എടുക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പ്. പറമ്പിന് ഇങ്ങനെ പേര് വന്നു ചോദിച്ചാൽ ഇത് പണ്ടൊരു പറമ്പായിരുന്നു. വലിയ മുത്താപ്പാൻ്റെ വീട്, മോങ്കാക്കുവിൻ്റെ വീട്. അമ്മായി നീമത്തിയാണ്. ഫുഡ് റെഡി. ഇത് വേറെ ഫുഡ് ഫസ്റ്റ് ട്രിപ്പ് ഫുഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അറുവാര ആദ്യം ഫുഡ് വെച്ചിട്ട് അവിടെ പോകണം. ആവില്ല, നമുക്ക് കുറച്ച് ആൾക്കാർക്ക് നേരത്തെ കാലത്തെ ഉദയത്തിന് അങ്ങോട്ട് പോകേണ്ടതുകൊണ്ട് ഫോട്ടോ സെഷൻ ലൈൻ തീർക്കുകയാണ്. അപ്പോൾ അതിനെല്ലാവരും വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞു, ജഗപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും അറിവിന് പോയിട്ട് വരാം. അറിവിന് പോയി തരാം. അപ്പോൾ നമ്മൾ അറിവ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം തീരുമാനമൊക്കെ തോന്നണം. നമ്മൾ കുറച്ച് ലേറ്റായി. നമ്മുടെ തോട്ടത്തിൻ്റെ ബാക്കത്തിന് അത് വിളി വരുന്നുണ്ട്. ഒന്നിനെ സൈഡാക്കിയിട്ടാണ് 6 ഉണ്ട്. 6 കരച്ചിട്ടല്ലോ വന്ന് ഞാൻ ഇങ്ങരുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. നല്ല മുറ്റ സാധനമുള്ള ചോപ്പ് പ്രശ്നമല്ല. ചേവറ്റക്ക് ചോപ്പ് പ്രശ്നമല്ലല്ലോ. ഇനി കത്തി വെക്കണ്ട, ചത്തോട്ട് വലിക്കണം. ശ്വാസം മുട്ടിട്ടാണ് അറിയില്ല. പ്രത്യേകിച്ച് അറിവുകാരൊന്നും ഇല്ലാത്തോണ്ട് നാട്ടുകാരെല്ലാരും കുടിക്കുന്ന ശാസ്ത്രീയ ഭാഷ അറിയുന്ന ആരെങ്കിലുണ്ടോ? കുട്ടിയപ്പോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആഷിക്കിന്റെ ഭയങ്കര കുറവ് തന്നെയാണ്. ആഷിക്ക് എന്നെ പറ്റിയാണ് പറയണ കേട്ടോ. ആഷിക്ക് ഉണ്ടെങ്കിൽ ഒറ്റക്ക് തള്ളിയിടോ, തള്ളിയുണ്ട് ഒറ്റക്ക് ഇങ്ങനെ. കറന്ന് പോയി.
എല്ലാവരും ഓരോരോ അഡ്രസ്. ചായ കടി ഇവിടെ ആൾമോസ്റ്റ് പരിപാടി തീർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം ഇറച്ചിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്, അതിലേക്ക് കിടക്കാം. നമുക്കൊന്ന് ഫ്രഷ് ആകുമ്പോൾ പള്ളിക്കുളത്തേക്ക് വേമ്പ അവിടെ ചെക്കന്മാരൊക്കെ പോയിക്കിടേ ഫുള്ളാന്ന് പറഞ്ഞിട്ട് റെസ്റ്റും ടീമൊക്കെ ഉണ്ട്. നമ്മള് അറിവിന് മെയിൻ ആൾ മിസ്സിങ് ആണ്. നമ്മുടെ കോരസാറ് ഇല്ലാത്തതുകൊണ്ട് അറിവ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പള്ളിക്കുളത്തെത്തിയിട്ടുണ്ട്. കാട്ടിലാണ് നാളെ മണിയറ കനവേലിടുന്ന കല്ലതിൻ്റെ മേലെ. ഇവിടെ ആരൊക്കെ ഉണ്ടാവുക? ഇറങ്ങാത്തോണ്ട് പാല് തേക്കുന്നവരെ അപ്പോൾ ഒരു ചെറിയ നീരാട്ട് കഴിഞ്ഞു. കുറേ ടീമുണ്ട് കേട്ടോ, മയപ്പാടത്തുനിന്നും കാട്ടുകളിൽ നിന്നൊക്കെ വന്നിങ്ങനെ. എല്ലാവർക്കും ഈ പള്ളിക്കുളം തന്നെ പൊള്ളു, ബാക്കിയൊക്കെ താറുമാറായി കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫ്രഷായിട്ട് തിരിച്ചു വീട്ടിൽ പോകാം. നമുക്ക് കുറച്ച് ഒന്നൊരു കാണാം. അപ്പോൾ അറിവിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു വിചാരിക്കുന്നു. നമ്മൾ കുളത്തിൽ പോയി ഒന്ന് ഫ്രഷായി ഒന്ന് നേരെ തറവാട്ടിലേക്ക് പോകണം. തറവാട്ടിൽ എന്താ പൊടി തറവാട്ട് ഇല്ലേ വേഗം പോര്. തറവാട്ട് പോയിട്ട് അവിടെ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇവിടെ വരെ പോകും. അപ്പോൾ തറവാടേക്കുള്ള വിസിറ്റിംഗ് ആണ്. തറവാടെത്തി. ഇവിടെ ആരോ പെരുന്നാൾ പൈസ കൊടുക്കണ്ടാറുണ്ട്. കുട്ടികളൊക്കെ നേരത്തെ കത്തുണ്ടെത്തിയത്. കിട്ടിയോ? തറവാട് സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡ്. അപ്പോൾ തറവാടത്തെ പര്യടനം കഴിഞ്ഞു. അവിടുത്തെ ഫ്രൂട്ട് സലാഡ് തീർത്തിട്ടുണ്ട്. ഇനി അടുത്തത് അമ്മാവിൻ്റെ കൊടുക്കാണ്. അവിടെ പോയി അവിടെ അടിക്ക് തട്ടി വരുന്നുണ്ട്. ഫുള്ള് ഓടാണ്. ഫുള്ള് ഓടാണേ. അങ്ങനെ ഇട്ടില്ല. അപ്പോൾ ഇവിടേക്കുള്ള ആൾക്കാരായി. ഇവിടെ പുഡിങ് ആണ് കഴിക്കാൻ എല്ലാവരും അങ്ങനെയൊക്കെ പോകുന്നതാണ്. ഏത് പുഡിങ്ങാണ്? ട്രഡീഷണൽ എന്ത് പുഡിങ്? പുഡിങ് അല്ല, എരവനല്ല, കസ്റ്റാർഡ് പുഡിങ്. ട്രഡീഷണൽ കസ്റ്റാർഡ് പുഡിങ് കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ കിട്ടുന്നത് കാണാൻ. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കണം കേട്ടോ. പഴയ ദേശം പഴയതാ. അടിപൊളി. നമ്മുടെ ഉച്ചപര്യടനം കഴിഞ്ഞു. റൂമിലെത്തി. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. ബാക്കി വൈകുന്നേരം കണ്ടോ. ഓക്കെ. ഉച്ചയുറക്കുന്നതിന് ശേഷം അടുത്ത പര്യടനം മഞ്ചേരിയിലേക്ക്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നേരെ മഞ്ചേരി പോവാം. അതിനൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോകണം. പോരി എത്തിയിട്ടില്ല.
അപ്പോൾ നമുക്ക് പോകാം ഗൈസ്. അവർ കാറിൽ വരുന്നുണ്ട്. നമുക്ക് നേരെ കോട്ടാല വൈറ്റ് ഹൗസിൽ പോയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. വേഗം പോയി നോക്കാം. യെസ്, നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. വൈറ്റ് ഹൗസ് ആയിരിക്കുന്നതാണ് എലിക്ക. വൈറ്റ് ഹൗസിലെത്തിയാണ്ട് വെൽക്കം ഡ്രിങ്ക് കുടിച്ച് തീർക്കുകയാണ്. ഉള്ളിൽ ഫുഡ് ഐറ്റംസ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോയി നോക്കാം. ഇതാണ് എൻ്റെ ചെറിയ അളിയൻ. എന്നാൽ എവിടെയാണ്? അതെന്താണ് കടായോ? വെജിറ്റബിൾ ബിരിയാണി, ബീഫും കടായും. അപ്പോൾ ഗായ്സ് നമ്മളവിടെ നിന്ന് പോന്നു. നേരെ മഞ്ചേരി. അപ്പോൾ മഞ്ചേരി പോയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ മഞ്ചേരി എത്തിട്ടോ. മൊത്തിരിട്ടാണ്, കാണുന്നില്ല. ഉള്ളിൽ പോയോട്ടെ. പുറത്താണ് പരിപാടി. ഇത് പുറത്താ പരിപാടി. ഉള്ളില് പുറത്താ പരിപാടി. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് നോക്കട്ടെ. റസ്വേ എന്താണ് എന്തൊക്കെ ഐറ്റംസ്? എന്താ ഇന്ന് നമുക്കിവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്. അവശിഷ്ടങ്ങൾ കൊണ്ടൊരു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടോ. നല്ല കോഴി ബിരിയാണി. നമ്മളെ ഫുഡ് കഴി കഴിഞ്ഞിട്ടോ. ഇവിടെ കുട്ടികളൊക്കെ വെക്കണ് നല്ല ഫാനിൽ കാറ്റ് കൊണ്ട് കുറച്ച് അപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചിലപ്പോൾ ഫോട്ടോ കാര്യങ്ങൾ എടുത്തു. സലാമൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഇനി വേറെ എവിടേക്കും പോകണില്ല. നേരെ നാട്ടിലേക്ക് വീട്ടിൽ തന്നെ പോവാണ്. നമ്മൾ വണ്ടിയുടെ പുറത്തുണ്ട്. അപ്പോൾ ഗൈസ് വലിയൊരു ബലിപെരുന്നാളിലെ ചെറിയൊരു വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ധരിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും